In recent years, Iran has produced enough highly enriched uranium for 9 atom bombs. 9. In recent months, Iran has taken steps that it has never taken before, steps to weaponize this enriched uranium. And if not stopped, Iran could produce a nuclear weapon in a very short time. It could be a year, it could be within a few months, less than a year. ഒരിക്കൽ ഹിറ്റ്ലറും നാസികളും ജൂതരെ നശിപ്പിച്ചു. ഇനിയും ലോകമുള്ള കാലത്തോളം ഒരു നാസിയോ ഹിറ്റ്ലറോ ജൂതർക്ക് നേരെ പോലും നോക്കാൻ ഭൂമുഖത്തുണ്ടാകില്ല. ഇപ്പോൾ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയത് ജൂത ഉന്മൂലനം ലക്ഷ്യം വെച്ചുള്ള ഭീകര ശക്തികളെ തടയാനാണ്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ യുദ്ധം നയിച്ച യുദ്ധനായകൻ ഇസ്രായേലിന്റെ അഭിമാന താരം ബെഞ്ചമിൻ നെതന്യാഹു ഇറാനെതിരെ പ്രതികരിക്കുന്നു. Moments ago, Israel launched Operation Rising Lion, a targeted military operation to roll back the Iranian threat to Israel's very survival. This operation will continue for as many days as it takes to remove this threat. For decades, the tyrants of Tehran have brazenly, openly called for Israel's destruction. They've backed up their genocidal rhetoric with a program to develop nuclear weapons. In recent years, Iran has produced enough highly enriched uranium for 9 atom bombs. 9. In recent months, Iran has taken steps that it has never taken before, steps to weaponize this enriched uranium. And if not stopped, Iran could produce a nuclear weapon in a very short time. It could be a year, it could be within a few months, less than a year. This is a clear and present danger to Israel's very survival. 80 years ago, the Jewish people were the victims of a Holocaust perpetrated by the Nazi regime. Today, the Jewish state refuses to be a victim of a nuclear Holocaust perpetrated by the Iranian regime. Now, as Prime Minister, I've made it clear time and again, Israel will never allow those who call for our annihilation to develop the means to achieve that goal. Tonight, Israel backs those words with action. എന്തുകൊണ്ടാണ് ഇറാന്റെ ന്യൂക്ലിയർ ശാലകൾ തകർത്തത് എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഇറാൻ 9 ആണവ ബോംബുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ സമ്പുഷ്ട യുറേനിയം ശേഖരിച്ചു. ആണവ ബോംബ് 9 എണ്ണം ഉണ്ടാക്കാൻ തുടങ്ങി. അതെ, 9 ബോംബുകൾ. ലോകം തന്നെ നശിപ്പിക്കാൻ 9 ബോംബുകൾ. ഇറാനെ ഇതിൽ നിന്നും തടയാനാണ് ഇസ്രായേൽ ആക്രമിച്ചത്. ഒരിക്കൽ നാസികൾ ജൂതന്മാരെ ആക്രമിച്ച് നശിപ്പിച്ച് ഉന്മൂലനം ചെയ്തു. ഇപ്പോൾ ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് പലതവണ പറയുന്ന ഇറാന്റെ കൈവശം ആണവ ബോംബ് വന്നാൽ എന്താണ് ഉണ്ടാവുക? ഇനി ഒരു നാസിസം ജൂതർക്ക് മീതെ അനുവദിക്കില്ല. ഇസ്രായേലിന്റെ സുരക്ഷ ഭൂമിയുടെയും പ്രപഞ്ചത്തിന്റെയും എവിടെ പോയാണെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കും. ഭൂമിയിൽ ജൂതന്മാർ നിലനിൽപ്പിനായുള്ള യുദ്ധം ചെയ്യുന്നു. മറ്റുള്ളവർ ആകട്ടെ ഞങ്ങളെ നശിപ്പിക്കാൻ യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങളാകട്ടെ ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാനാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇറാനെ ആക്രമിച്ചത് ഇസ്രായേലിലെ ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പാക്കാൻ ആണെന്നും ആക്രമണം തുടരുമെന്നും നെതന്യാഹു തുറന്നടിക്കുന്നു. നമുക്കറിയാം, സമകാലിക ലോകം അല്ലെങ്കിൽ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ യുദ്ധതന്ത്രജ്ഞനും യുദ്ധനായകനുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്ക പോലും കീഴടക്കാത്ത ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ അമേരിക്ക പരാജയപ്പെട്ടു പോയ ദൗത്യം ഒറ്റയ്ക്കെടുത്ത് ഗാസയിൽ വിജയിപ്പിച്ച് ലോകത്തിന് കാണിച്ചു കൊടുത്ത യുദ്ധ തലവനാണ് നെതന്യാഹു. ഇപ്പോൾ ഇറാനിലെ ആണവശാലകൾ തകർത്തത് സംബന്ധിച്ച് അദ്ദേഹം തുടർന്ന് പറയുന്നത് ഇങ്ങനെ: ഈ ആക്രമണത്തിന് ഞങ്ങളെ സഹായിച്ച അമേരിക്കയ്ക്ക് നന്ദി പറയുകയാണ്. സോഷ്യൽ മീഡിയയിൽ മലയാളികളായ ഇസ്രായേലി അനുകൂലികളുടെ ആഹ്ലാദ ദിനമായിരുന്നു ഇന്ന്. അവർ ഇസ്രായേലിന് ലവ് ചിഹ്നവും സ്മൈലിയും ഇട്ട് പിന്തുണ കൊടുക്കുന്നു. മാത്രമല്ല, ക്രിസ്ത്യൻ വിഭാഗം ഇസ്രായേലിനെ തോൽപ്പിക്കാനാകില്ല എന്നും ദൈവത്തിന്റെ ജനമാണ് ജൂതർ എന്നും പറയുന്നു. ഇസ്രായേൽ ജയിക്കണമെന്നും ദൈവജനത്തെ പരാജയപ്പെടുത്താനാകില്ലെന്നും പറയുന്നു. ചിലരാകട്ടെ ലോകത്തെ ഒരു കുഞ്ഞൻ രാജ്യം ഒരേ സമയത്ത് ഡസൻ കണക്കിന് ഇസ്ലാമിക ഭീകര രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുന്നതും വലിയ അത്ഭുതമെന്നും ദൈവത്തിന്റെ കരമാണ് ഇസ്രായേലിന് മുകളിലെന്നും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമാസ്.